കാറ്റിലാടി നിൽക്കുന്ന സൂര്യകാന്തിയും ജമന്തിയും ആമ്പൽ പൂക്കളും, പിന്നെ പേരറിയാത്ത പൂക്കളും, പച്ചക്കറികളുടെ മനോഹരമായ കാഴ്ച മറുവശം. കൂടാതെ 6 കുളങ്ങളിലായി നീന്തി തുടിക്കുന്ന പലയിനം മീനുകളും നിരവധി വാഴത്തോപ്പുകൾ. ഇന്ന് തിരുവനന്തപുരം കരകുളത്തെ കാസ്കോ വില്ലേജ്, കരകുളം സഹകരണ ബാങ്കിന്റെ കീഴിൽ കരകുളം വട്ടപ്പാറയിൽ നമ്പാടെന്ന പ്രദേശത്ത് 10 ഏക്കറിൽ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന സഹകരണ തുരുത്ത്. സംസ്ഥാനത്ത് സഹകരണ മേഖലയിൽ ടൂറിസം വകുപ്പുമായി സഹകരിച്ച് ആദ്യമായി നടപ്പിലാക്കിയ ഹരിത ടൂറിസം ഗ്രാമമാണ് കരകുളത്തെ കാസ്കോ വില്ലേജ്. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ എത്തി താമസിക്കാനും അവർ ഇഷ്ടപ്പെടുന്ന ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കാനും സാധിക്കും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. 2021 ആരംഭിച്ച കാർഷിക കാഴ്ചപ്പാടാണ് കാസ്കോ. തുടക്കത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് തെക്കൻ കേരളത്തിലെ സംയോജിത കാർഷിക ഇടപെടലുകളിലൂടെ ഏറെ പ്രതീക്ഷ നൽകുന്നു. ജില്ലയിലെ തന്നെ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജൈവ കൃഷിയിടമാണ് കാസ്കോ വില്ലേജ്. സഹകരണ സംഘങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നു മാറി ധനകാര്യ പ്രവർത്തനങ്ങളിൽ നിന്ന് മാത്രം വരുമാനമുണ്ടാക്കാമെന്ന ചിന്തയിൽ നിന്നും മാറി പുതിയ കാലത്ത് മാതൃകയായി കരകുളത്തെ പുതിയ കൃഷി സംസ്കാരം ഉയരുന്നത് നമുക്ക് മാതൃക തന്നെയാണ്. കുന്നുകളും താഴ്വരകളും അതേപടി നിലനിർത്തി പരിസ്ഥിതിക്കിണങ്ങുന്ന വിധത്തിലാണ് ഇവിടത്തെ കൃഷി രീതി. ഉയർന്ന പ്രദേശങ്ങളിൽ പച്ചക്കറിയും വിവിധ ഇനം വാഴകളും, താഴ്ന്ന സ്ഥലങ്ങളിൽ പൂച്ചെടിയും മത്സ്യകൃഷിയും ശുദ്ധമായ വെള്ളം കിട്ടുന്നതിന് പ്രത്യേക സംവിധാനം. 25 കർഷകരാണ് കഴിഞ്ഞ 2 വർഷമായി ഇവിടെ പണിയെടുക്കുന്നത്. പ്രതിമാസം 1500 കിലോയിലധികം പച്ചക്കറി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെയാണ് മീൻ ഉൾപ്പെടെയുള്ളവയുടെ വിറ്റുവരവ് എന്നും കാസ്കോയുടെ പ്രധാന പ്രവർത്തകർ നമ്മളോട് പറയുന്നു. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും തോട്ടത്തിൽ നിന്ന് തന്നെയാണ് അധികവും വിൽക്കുന്നത്. കൂടാതെ വട്ടപ്പാറയിൽ 2 വർഷമായി പ്രവർത്തിക്കുന്ന ഗ്രാമീണ ചന്ത വഴിയും നെടുമങ്ങാട് മൊത്ത വ്യാപാര വിപണി വഴിയും വിറ്റുപോകുന്നുണ്ട് എന്നതും ഇവിടുത്തെ പ്രവർത്തകർ പറയുന്നു. സമീപത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇതുവഴി വിൽക്കാനുള്ള സൗകര്യവുമുണ്ട്. എന്തായാലും കാസ്കോ എന്നത് ഒരു മാതൃകയായി മാറുന്നു. ഇത് മുളവുകൾ പഴുത്തു നിൽക്കുന്നതാണ്. നിറയെ മുളവുകൾ പഴുത്തു നിൽക്കുന്ന, പലതരം മുളവുകൾ പഴുത്തു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കരകുളം സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പുതിയ സംരംഭം ഇതൊരു മാതൃക തന്നെയാണ് എന്ന് നമുക്ക് തീർത്തും പറയേണ്ടതുണ്ട്. പ്രത്യേകതരം പപ്പയ്ക്ക, തിരുവനന്തപുരം ഭാഗങ്ങളിൽ പപ്പയ്ക്ക എന്ന് പറയും, മറ്റു പല സ്ഥലത്ത് പലതരത്തിലാണ് ഇതിന്റെ പേര്. എന്തായാലും ഒരു ഞെടുപ്പിൽ തന്നെ 2 പപ്പയ്ക്ക നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. 2021 ഈ കാർഷിക ഗ്രാമം ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ആരംഭിക്കുന്നത്. കാസ്കോ എന്ന ഫാമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഓണത്തിന് വിളഞ്ഞു നിൽക്കുന്ന പടവലങ്ങ തോട്ടത്തിനിടയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ കാഴ്ച കാണുന്നത്. അതിനിടയിൽ കൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജൈവ കൃഷി ഇടമാണ് കാസ്കോ വില്ലേജ്. പ്രകൃതിയെ ഒരു തരത്തിലും നോവിക്കാതെ പ്രകൃതിയുടെ അസ്വാഭാവികത അതുപോലെ നിലനിർത്തിക്കൊണ്ട് കുന്നുകളും താഴ്വരയും അതേപടി നിലനിർത്തി പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന വിധത്തിലാണ് ഇവിടുത്തെ കൃഷി രീതി എന്ന് കാണുന്നത്. ഈ കുളത്തിൽ ഇതുപോലെ ഒരു 6-7 കുളമുണ്ട്. ഒരു കുളത്തിലെ ഫൗണ്ടൻ, മനോഹരമായ ഫൗണ്ടൻ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ 6-7 കുളങ്ങൾ ഇവിടെ ഉണ്ട്. ആ കുളങ്ങളിലെല്ലാം വിവിധ തരം മത്സ്യങ്ങൾ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. മത്സ്യങ്ങൾ തന്നെ വളരെ കൂടുതൽ ഇവർ കൃഷി ചെയ്തെടുക്കുന്നുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ഏകദേശം 1500 കിലോയിലധികം പച്ചക്കറി ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയാണ് മീൻ ഉൾപ്പെടെയുള്ളവയുടെ വിറ്റുവരവ് എന്നും ഇതിന്റെ ഭാരവാഹികൾ പറയുന്നു. കരകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തകരാണ്. ബിജു ആണ് ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത്. കരകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ മെമ്പർ എന്ന നിലയിൽ, പ്രസിഡന്റ് എന്ന നിലയിൽ. കന്യാകുളങ്ങര കൊഞ്ചിറ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അക്ഷയ പുരുഷ സംഘത്തിന്റെ പ്രവർത്തകർ കാണാൻ ഈ കൃഷിയിടങ്ങളും പൂ കൃഷിയും ഒക്കെ, ഓണത്തിന്റെ പൂക്കൃഷിയും അല്ലെങ്കിൽ പച്ചക്കറികളും വിളഞ്ഞേക്കുന്നത് കാണാൻ വേണ്ടി പോയപ്പോൾ
അവരോടൊപ്പം ഞാനും അവരുടെ സംഘത്തിൻ്റെ അക്ഷയ സംഘത്തിൻ്റെ അംഗമെന്ന നിലയിൽ ഞാനും ഈ കാഴ്ചകൾ കാണാൻ പോയതാണ്. നിങ്ങൾക്ക് ഈ ദൃശ്യമാണ് നിങ്ങളുടെ മുന്നിൽ. ഇതാണ് അക്ഷയ സംഘത്തിൻ്റെ പ്രവർത്തകർ. അവർ കുടുംബസമേതമാണ് ഇത് കാണാൻ. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.